ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ആദ്യനദ്വയനേകൻ അവ്യക്തൻ അനാകുലൻ വേദ്യനല്ലാരാലുമെന്നാലും വേദാന്തവേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവലസ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ട് ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണാനന്ദൻ ആത്മാരാമൻ അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗദുത്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണുരുദ്ര നാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ മമ ചേതസി വസിക്കണം. രാമ രാഘവ പാദപങ്കജം നമോസ്തുതേ. ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം മാനഹീനന്മാരാം ദിവ്യന്മാരാലനുധ്യേയം മാനാർത്ഥം മൂനിലകമാക്രാന്ത ജഗത്രയം. ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്രകുലിശമത്സ്യാങ്കിതം മന്മനോനികേതനാം കൽമഷവിനാശനം നിർമ്മലാത്മാനാം പരമാസ്പദം നമോസ്തുതേ. ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ ജഗതാം ആദിഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലും ആസക്തനല്ലോ ഭവൻ. നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ അജൻ അവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വചസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ വാച്യവാചകോ ഭയഭേദേന ജഗന്മയൻ വച്യനായി വരേണമേ വാക്കിന്നു സദാ മമ കാര്യകാരണകർത്തൃഫലസാധനം ഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലം എന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ. ത്വന്മായാ വിമോഹിത ചേതസാം അജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെയറിഞ്ഞുകൂടായല്ലോ. മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തും നകത്തുമല്ലാടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ. ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധൻ അവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ സത്വാദിഗുണത്രയയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ
സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതൻ ആദിനാഥൻ സർവദേവതാമയൻ. നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവാം അന്ധയായുള്ളോരു ഞാൻ എങ്ങനെയറിയുന്നു നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമഃ. എത്ര കുത്രാപി വസിച്ചിടിലുമെല്ലാ നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല. നമസ്തേ നമോ നമഃ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഹൃഷികേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്തകർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്താപരാധം ക്ഷമസ്വ ജഗൽപദേ. ജനനമരണ ദുഃഖാപഹം ജഗന്നാഥം ദിനനായകകോടി സദൃശപ്രഭം രാമം കരസരസാരസയുഗ സധൃതശരജാപം കരുണാകരം കാളജലദഭാസം രാമം ജനകരുചിര ദിവ്യാംബരം രാമാരമാവരം കനകോജ്വലരത്നകുണ്ഡലാഞ്ജിതഗണ്ഡം കമലതലലോല വിമല വിലോചനം കമലോത്ഭവനതം മനസാ രാമമീഠേ പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ. ലോകേശാത്മജയാകും അഹല്യതാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടൻ ആധിയും തീർത്തു വസിച്ചിടിനാളഹല്യയും. ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരും ഐഹിക സൗഖ്യം പുരുഷന്മാർക്കും നൂനം. ഭക്ത്യാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് ഈ സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും. പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചിടിൽ അർത്ഥവുമേറ്റമുണ്ടാം. ഗുരുതൽപകൻ കനകസ്തേയി സുരാപായി ധരണീ സുരഹന്ത പിതൃമാതൃഹാഭോഗി പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. സദ്വൃത്തനെന്നായിടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും. എല്ലാവർക്കും ആത്മപ്രണാമം. ഓം നമഃ ശിവായ. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ രാമായണം ക്ലാസ് തുടരുകയാണ്. അഹല്യാസ്തുതിയിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിന്നത്. അഹല്യാസ്തുതിയുടെ ചെറിയൊരു ഭാഗം മാത്രമേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തൻ്റെ പാദകമലങ്ങൾ കൊണ്ട് കല്ലായി കിടന്ന അഹല്യയുടെ മേൽ സ്പർശിച്ചപ്പോൾ അഹല്യയ്ക്ക് പൂർവ്വരൂപം ലഭിക്കുകയും അങ്ങനെ ശാപത്തിൽ നിന്ന് തൻ്റെ പതിയായ ഗൗതമൻ്റെ ശാപത്തിൽ നിന്ന് മോക്ഷപ്രാപ്തി ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അഹല്യ ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗമാണ്. ആ ഭാഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ പഠിച്ചത്. തുടർന്നും അഹല്യാസ്തുതി തന്നെയാണ്. അഹല്യ പറയുകയാണ്, ആദ്യൻ അദ്വയൻ ഏകൻ അവ്യക്തൻ അനാകുലൻ വേദ്യനല്ല ആരാലും എന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവ് പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതിസ്സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ട് ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അവതരിച്ചിരിക്കുകയാണ്.
അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആദ്യനും അദ്വയനും ഏകനും അവ്യക്തനും അനാകുലനും വേദാന്ത വേദ്യനും പരാപരനും പരമാത്മാവും പരമാനന്ദമൂർത്തിയും പരംപുരുഷനും പുരാതനനും സ്വയം ജ്യോതിസുമായ, മാത്രമല്ല സകല ചരാചരങ്ങളുടെയും ഗുരുവും കാരുണ്യമൂർത്തിയുമായ ഭഗവാൻ വിഷ്ണു ലോകത്തിൻ്റെ അനുഗ്രഹത്തിനായി അതായത് ഭുവന മനോഹരമായൊരു രൂപം കൊണ്ടിരിക്കുകയാണ്. ലോക മനോഹരമായ മനുഷ്യരൂപത്തിൽ അവതരിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്തിയാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. അപ്രകാരമുള്ള ശ്രീരാമചന്ദ്രനെ എക്കാലത്തും വലിയ ഭക്തിയോടുകൂടി ഞാൻ ഭജിക്കും. സ്വതന്ത്രൻ, പരിപൂർണൻ, ആനന്ദൻ, ആത്മാരാമൻ, അതന്ത്രൻ, നിജമായാഗുണബിംബിതനായി ജഗദുത്ഭവ സ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ, ബ്രഹ്മ വിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ട് ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്ത വേദ്യൻ മമ ചേതസി വസിക്കണം, എൻ്റെ മനസ്സിൽ വസിക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള ഭഗവാനാണ്? സ്വതന്ത്രനും പരിപൂർണനും ആനന്ദസ്വരൂപനും ആത്മാരാമനും ഒരു തടവുമില്ലാതെ തൻ്റെ മായയുടെ ഗുണത്താൽ പ്രതിബിംബിക്കുന്നവർ, അതാണ് അതന്ത്രൻ. പ്രതിബിംബിക്കപ്പെട്ടവനായിട്ടും ലോകത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണഭൂതനും അതിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ നാശത്തിനും വേണ്ടി, അതാണ് ജഗത് ഉത്ഭവ സ്ഥിതി സംഹാരാദികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൻ്റെ ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും നാശത്തിനും വേണ്ടി പ്രവർത്തിക്കാനായിട്ട് എങ്ങനെ ബ്രഹ്മ വിഷ്ണു രുദ്രനാമങ്ങൾ, ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിങ്ങനെയുള്ള ഭിന്ന രൂപങ്ങൾ സ്വീകരിച്ച് ആ ഭഗവാൻ നിർഗുണസ്വരൂപനായിട്ട് വേദാന്തത്താൽ അറിയപ്പെടുന്നവനായിട്ട്, വേദാന്ത വേദ്യൻ, വേദാന്തത്താൽ അറിയപ്പെടുന്നവനായിരിക്കുന്നവനുമായ ആ ഭഗവാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ മമ ചേതസി വസിക്കണം, എപ്പോഴും എൻ്റെ മനസ്സിൽ വസിക്കണം എന്ന് അഹല്യ പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് പറയുന്നു, രാമ രാഘവ പാദപങ്കജം നമസ്തേ നമോസ്തുതേ ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം മാനഹീനന്മാരാം ദിവ്യാത്മന്മാരാൽ അനുധ്യേയം മാനാർത്ഥം മൂന്നിലകമാക്രാന്ത ജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്രകുലിശ മത്സ്യാങ്കിതം മന്മനോനികേതനാം കൽമഷവിനാശനം നിർമ്മലാത്മാനാം പരമാസ്പദം നമോസ്തുതേ. തുടർന്ന് അഹല്യ പറയുകയാണ്, അല്ലയോ ഭഗവാനെ, അല്ലയോ രാമ, അങ്ങയുടെ പാദം ഞാൻ നമിക്കുന്നു. എങ്ങനെയാണ്? ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം, മഹാലക്ഷ്മിയുടെ ശോഭയുള്ള കരപത്മങ്ങൾ കൊണ്ട് പൂജിക്കപ്പെടുന്നതും മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുധ്യേയം, അഹങ്കാരമില്ലാതെ ദിവ്യാത്മരാൽ ധ്യാനിക്കപ്പെടുന്നതും, അനുധ്യേയം മാനാർത്ഥം മൂന്നിലകം ആക്രാന്ത ജഗത്രയം, മൂന്ന് ലോകങ്ങളെയും മൂന്നോളം അടികളാൽ അളന്നതും, അതായത് വാമനാവതാരത്തിൻ്റെ കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം, ബ്രഹ്മാവിൻ്റെ കരങ്ങൾ കൊണ്ട് കൈകൾ കൊണ്ട് കഴുകപ്പെട്ടതും, അങ്ങനെയുള്ള ആ പത്മത്തിന് തുല്യവുമായ, താമരപ്പൂവിന് തുല്യവും നിർമ്മലവും എന്താണ്? ശംഖ ചക്ര കുലിശ മത്സ്യാങ്കിതം, ശംഖ് ചക്രം വജ്രം മത്സ്യം എന്നിവയുടെ രൂപമുള്ളതും ആ രേഖ ഒക്കെ ഉള്ളതുമായ ആ പാദങ്ങൾ എൻ്റെ മനസ്സിൽ എപ്പോഴും വസിക്കണം, എൻ്റെ ഉള്ളിൽ വസിക്കണം. പാപനാശകവും പരിശുദ്ധാത്മാക്കൾക്ക് പരമ ആശ്രയവുമായ അങ്ങയുടെ ആ പാദപങ്കജം ഞാൻ നമിക്കുകയാണ്. ഭഗവാന്റെ പാദത്തിൻ്റെ അടിയിൽ, അതായത് ഉള്ളംകാലിൽ ഇതേപോലെയുള്ള ശംഖ് ചക്രം വജ്രം മത്സ്യം ഇതിൻ്റെ അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധമായ ഭഗവാന്റെ ആ ഒരു പാദപങ്കജത്തെ, ഭഗവാന്റെ ആ പാദപങ്കജങ്ങളെ ഞാൻ നമിക്കുന്നു എന്ന് അഹല്യ പറയുകയാണ്. ജഗദാശ്രയം ഭവാൻ, ജഗത്തായതും ഭവാൻ, ജഗതാമാദിഭൂതനായതും ഭവാനല്ലോ.
അങ്ങ് ലോകങ്ങളുടെ എല്ലാം ആശ്രയമാണ്, ജഗത്തിൻ്റെ ആശ്രയമാണ്, ലോകങ്ങൾക്കെല്ലാം അങ്ങ് തന്നെയാണ്, ലോകങ്ങളെല്ലാം അങ്ങ് തന്നെയാണ്. ജഗത്തായതും ഭവാൻ എന്ന് പറയുന്നു. ലോകങ്ങൾക്ക് കാരണവും അവിടുന്ന് തന്നെയാണ്. ജഗതാം ആദിഭൂതനായതും, ജഗത്തിനെല്ലാം കാരണവും അവിടുന്ന് തന്നെയാണല്ലോ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ, നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ. സർവഭൂതങ്ങളിലും സകല ഭൂതങ്ങളിലും അങ്ങ് താല്പര്യമില്ലാത്തവൻ, അസക്തനാണ്, അസക്തൻ ശക്തിയില്ലാത്തവനാണ്. അതുപോലെ തന്നെ നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ, മാറ്റമില്ലാത്തവനാണ് അങ്ങ്, എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്നവനുമാണ് അങ്ങ്. അജൻ അവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വചസാം വിഷയമല്ലാതെ ആനന്ദമല്ലോ. അതായത് അങ്ങ് ജന്മരഹിതനും നാശമില്ലാത്തവനും ജയിക്കപ്പെടാൻ കഴിയാത്തവനും നിഷ്കളങ്കനുമാണ് അങ്ങ്. അതുകൊണ്ട് തന്നെ വാക്കുകൾ കൊണ്ട്, വാചസാം വിഷയമല്ല എന്ന് വെച്ചാൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ലാത്ത ആനന്ദമാണ് അവിടുന്ന്. വചസാം വിഷയമല്ലാതൊരു ആനന്ദമാണ് അവിടുന്ന്. അങ്ങനെയുള്ള ഭഗവാൻ വാച്യവാചക ഉഭയ ഭേദേന ജഗന്മയൻ, ജഗന്മയനായ അങ്ങ് വാച്യം വാചകം എന്നീ രണ്ട് ഭേദങ്ങളോടെ എൻ്റെ വാക്കുകൾക്ക്, വാച്യനായി വരേണമേ വാക്കിന്നു സദാമമ, എൻ്റെ വാക്കുകൾക്ക് വിഷയമായി തീരണേ എന്നുള്ള പ്രാർത്ഥന ചെയ്യുകയാണ് ഇവിടെ. കാര്യകാരണ കർത്തൃഫല സാധന ഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു. അപ്പോൾ കാര്യം, കാരണം, അതുപോലെ തന്നെ കർത്താവ്, ഫലം, സാധനം, സാധനം എന്ന് പറഞ്ഞാൽ ഉപകരണം എന്നൊക്കെ. അപ്പം എന്നീ ഭേദങ്ങളെ കൊണ്ട് പല വിധത്തിലുള്ള രൂപങ്ങൾ തോന്നുന്നത് എന്തുകൊണ്ടാണ്? മായ കൊണ്ടാണ് ഇതേപോലെല്ലാം തോന്നിക്കുന്നത്. കാര്യ കാരണ കർത്തൃ ഫല സാധന ഭേദങ്ങളൊക്കെ തോന്നുന്നത് മായ കൊണ്ടാണ്. ബഹുവിധ രൂപയ, ഇത്തരത്തിലുള്ള ബഹുവിധ രൂപങ്ങൾ തോന്നുന്നത് മായ കൊണ്ടാണ്. അപ്പോൾ അങ്ങ് ഇതിനൊക്കെ അതീതനാണെന്ന് പറയണം. കേവലം എന്നാകിലും നിന്തിരുവടിയത് സേവകന്മാർക്ക് പോലും അറിവാനരുതല്ലോ. അപ്പോൾ അങ്ങ് ഇതിൻ്റെ എല്ലാം കേവലനാണ് എന്ന് വെച്ചാൽ അങ്ങ് ഒന്നും ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു മായാദേവിയാണ് എല്ലാം ചെയ്യുന്നതെന്ന്. അങ്ങയുടെ സേവകന്മാർക്ക് പോലും അറിയില്ല എന്തുകൊണ്ടാണ് ഇപ്രകാരം ഭഗവാൻ ചെയ്യുന്നതെന്ന്. സേവകന്മാർക്ക് പോലും അറിവില്ല. ത്വന്മായാ വിമോഹിത ചേതസാം അജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. അങ്ങയുടെ ഈ മാഹാത്മ്യങ്ങൾ, അങ്ങയുടെ മാഹാത്മ്യങ്ങൾ അങ്ങയുടെ സേവകന്മാർക്ക് പോലും അറിയാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ മനസ്സേ വിശ്വാത്മാവാ നിന്തിരുവടി തന്നെ മാനുഷനെന്ന് കൽപ്പിച്ചിടുവോർ അജ്ഞാനികള് എന്താണ്? മനുഷ്യരായ അജ്ഞാനികള് മനസ്സേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ എന്നാണ് കൽപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ അജ്ഞാനികൾ എന്താണ് പറയുന്നത്? അങ്ങയുടെ മായയാൽ മോഹിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയ ഈ അജ്ഞാനികൾ അങ്ങയുടെ മാഹാത്മ്യങ്ങൾ അറിഞ്ഞുകൂടാ. ഭഗവാൻ ആരാണെന്നോ എന്താണെന്നോ ആർക്കും അറിയാൻ കഴിയുന്നില്ല എന്ന് ചുരുക്കം. അതായത് അങ്ങയുടെ മായയാൽ മോഹിപ്പിക്കപ്പെട്ടിട്ടുള്ള മനസ്സോടുകൂടിയ ഈ അജ്ഞാനികൾക്ക് ഭഗവാന്റെ മാഹാത്മ്യം അറിഞ്ഞുകൂടാ എന്ന് ചുരുക്കം. തുടർന്ന് പറയുന്നു, പുറത്തും അകത്തും എല്ലായിടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിന്തിരുവടിയല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പ്രപഞ്ചാത്മാവായ, അതായത് അജ്ഞാനികൾക്ക് ഭഗവാനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം പ്രപഞ്ചാത്മാവായ ഭഗവാനെ, അങ്ങയെ മനുഷ്യനെന്ന് കരുതുന്നവരാരാണ്? അജ്ഞാനികളാണെന്ന് നേരത്തെ പറഞ്ഞു. ഈ അകത്തും പുറത്തും എല്ലാം നിത്യവും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ നിന്തിരുവടി ശുദ്ധനും അദ്വയനും സമനും നിത്യനും നിർമ്മലനും ഏകനും ബുദ്ധനും അവ്യക്തനും നിസ്സംഗനും നിരാകാരനുമാണെന്നാണ് പറഞ്ഞു വരുന്നത്. എന്താണ് പറയുന്നത്? പുറത്തും അകത്തും എല്ലായിടവും നിറഞ്ഞിരിക്കുന്നത് നിത്യം ഭഗവാനാണ്. ആ ഭഗവാന് ശുദ്ധനാണ്, അദ്വയനാണ്, സമനാണ്, നിത്യനാണ്, നിർമ്മലൻ, ഏകൻ, ബുദ്ധൻ, അവ്യക്തൻ, ശാന്തൻ, അസംഗൻ, നിരാകാരൻ, സത്വാദി ഗുണത്രയയുക്തയാം ശക്തിയുക്തൻ, സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ. അപ്പോൾ ഭഗവാന്റെ ഈ നാമങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ പല ക്ലാസ്സുകളിൽ നമ്മളിങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ അർത്ഥത്തിലേക്ക് കടന്നു പോകുന്നില്ല. കാരണം സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളോടുകൂടിയ ആ
ശക്തിയോടുകൂടിയ ഭഗവാൻ സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന ജീവാത്മാവാണ്. അതുകൊണ്ട് ഈ ഭഗവാനെ അജ്ഞാനികളായ ആർക്കും മനസ്സിലാവില്ല ഭഗവാൻ ആരാണെന്നുള്ള കാര്യം. അദ്വൈനും സമനും നിത്യനും നിർമ്മലനും ഏകനും അവ്യക്തനും ഒക്കെയാണ്, നിരാകാരനും ഒക്കെയാണ് ഭഗവാൻ. ഭഗവാനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. മനുഷ്യര് അജ്ഞാനികളാണ്. ഭഗവാനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് ചുരുക്കം. തുടർന്ന് ഭക്താനാം മുക്തിപ്രദൻ, യുക്താനാം യോഗപ്രദൻ, സക്താനാം ഭുക്തിപ്രദൻ, സിദ്ധാനാം സിദ്ധിപ്രദൻ. ഭക്തന്മാർക്ക് മോക്ഷം നൽകുന്നയാളാണ്. യോഗികൾക്കാണെങ്കിലോ ചിത്തവൃത്തി നിരോധമായ യോഗയും കൊടുക്കുന്നയാളാണ്. സക്തന്മാർക്ക് എന്നുവെച്ചാൽ ലൗകിക സുഖങ്ങൾ അനുഭവിക്കാൻ താല്പര്യമുള്ളവർക്ക് ലൗകിക സുഖവും, സിദ്ധന്മാർക്കാകട്ടെ സിദ്ധിയും നൽകുന്നവനും അങ്ങനെയുള്ള ഭഗവാനാണ്. അതായത് ഭക്താനാം മുക്തിപ്രദനാണ്, യുക്താനാം യോഗപ്രദൻ, സക്താനാം ഭുക്തിപ്രദൻ, സിദ്ധാനാം സിദ്ധിപ്രദൻ. അവരവർക്ക് യോജിച്ച കാര്യങ്ങൾ ഭഗവാൻ കൊടുക്കുന്നുണ്ട് എന്ന് ചുരുക്കം. തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ, തത്വജ്ഞൻ നിരുപമൻ, നിഷ്കളൻ നിരഞ്ജനൻ, നിർഗുണൻ നിശ്ചഞ്ചലൻ, നിർമ്മലൻ നിരാധാരൻ, നിഷ്ക്രിയൻ നിഷ്കാരണൻ, നിരഹങ്കാരൻ, നിത്യൻ. അപ്പോൾ ഭഗവാൻ എങ്ങനെയുള്ളവരാണ്? ഭഗവാനാണെങ്കിലോ ഭക്തന്മാർക്ക് എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നയാളാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ തത്വജ്ഞനാണ്, നിരുപമനാണ്, നിഷ്കളനാണ്, നിരഞ്ജനനാണ്, നിർഗുണൻ, നിശ്ചഞ്ചലൻ, നിർമ്മലൻ, നിരാധാരൻ, നിഷ്ക്രിയനാണ്, നിഷ്കാരണനാണ്, നിരഹങ്കാരനാണ്, അഹങ്കാരമൊന്നുമില്ലാത്ത ആളാണ്, നിത്യവും സച്ചിദാനന്ദരൂപമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാനെ സത്യജ്ഞാന ആനന്ദാനന്ദാമൃതാത്മകനാണ്. സത്യവും ജ്ഞാനവും ആനന്ദവും ഒക്കെ ഭഗവാൻ തന്നെയാണ്. ആ ജ്ഞാനസ്വരൂപനായ ആ ഭഗവാൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതൻ ആദിനാഥൻ സർവദേവതാമയൻ. അങ്ങനെയുള്ള ആ ഭഗവാനെ പ്രകീർത്തിക്കുകയാണ് അഹല്യ. ജ്ഞാനസ്വരൂപനും അച്യുതനും സർവേശ്വരനും സർവദേവതാമയനും ആദിനാഥനുമാണ് ഭഗവാൻ. ആ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. സത്താമാത്രനാണ് ഭഗവാൻ. ആ ഭഗവാൻ സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാണ്, ആദിനാഥനാണ്, സർവദേവതാമയനുമാണ്. അങ്ങനെയുള്ള ഭഗവാനെ നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവാം അന്ധയായുള്ളൊരു ഞാൻ എങ്ങനെ അറിയുന്നു? അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ജ്ഞാനസ്വരൂപനായ ആദിനാഥനായ ആ ഭഗവാനെ, സർവേശ്വരനായ ഭഗവാനെ ഈ മൂഢാത്മാവായ അജ്ഞയായ അറിവില്ലാത്തവളായ ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? എനിക്കൊന്നും അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിന്തിരുവടിയുടെ തത്വം എന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ. അപ്പോൾ മൂഢാത്മാവായ എനിക്ക് അങ്ങയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അന്ധയായുള്ളൊരു ഞാൻ എങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വം? അന്ധ എന്ന് പറഞ്ഞാൽ കണ്ണു കാണാൻ പറ്റാത്തവളെന്നുള്ള അർത്ഥത്തില്ല. അജ്ഞതയുടെ അന്ധകാരം, അജ്ഞതയാലുണ്ടായ അന്ധകാരം നിറഞ്ഞ ഞാൻ എങ്ങനെയാണ് ഭഗവാനെ അവിടുത്തെ അറിയുന്നത്? എങ്കിലും ഞാൻ അങ്ങയെ നമസ്കരിക്കുകയാണ്, അങ്ങയെ വീണ്ടും വീണ്ടും ഭൂയോ ഭൂയോ നമസ്കരിക്കുകയാണ് എന്ന് അഹല്യ പറയുന്നു. എത്ര കുത്രാപി വസിച്ചിടിലും എല്ലാ നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതെയൊരു ഭക്തി ഉണ്ടാക വേണം എന്നതൊഴിഞ്ഞ് അപരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല. നമസ്തേ നമോ നമ. അഹല്യ പറയുകയാണ്, ഞാൻ അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഞാൻ എവിടെ വസിച്ചാലും, എത്ര കുത്രാപി വസിച്ചിടിലും, ഞാൻ എവിടെ വസിച്ചാലും അങ്ങയുടെ പാദങ്ങളിൽ ഉറച്ച ഭക്തി ഉണ്ടാകണമെന്നല്ലാതെ എനിക്ക് മറ്റൊന്നും അപേക്ഷിക്കാനില്ല. ഇപ്പോൾ ഭക്തവത്സലനും അതുപോലെ തന്നെ ഹൃഷീകേശനും, ഭക്തവത്സല രാമ നമസ്തേ ഹൃഷീകേശ, ഹൃഷീകേശനും രാഘവനും നാരായണനും ആയിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുകയാണ്. അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുകയാണ്. ഞാൻ എവിടെ വസിച്ചാലും അങ്ങയിലുള്ള ഭക്തി എനിക്കുണ്ടാകണം, ഉറച്ച ഭക്തി ഉണ്ടായിരിക്കണം. അതല്ലാതെ മറ്റൊന്നും ഞാൻ അപേക്ഷിക്കുന്നേ ഇല്ല ഭഗവാനെ എന്ന് പറയുകയാണ്. അപ്പോൾ ഹൃഷീകേശനും രഘുവംശജനും ആയ അങ്ങയ്ക്ക് നമസ്കാരമല്ലയോ നാരായണ ലോകനാഥ, അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുകയാണ്. അതാണ് നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു, നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ, നമസ്തേ ഹൃഷീകേശ
രാഘവ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ സമസ്ത കർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്താപരാധം ക്ഷമസ്വ ജഗൽപദേ. അല്ലയോ ജഗത്തിൻ്റെ പതിയായ ഭഗവാനെ, എൻ്റെ സമസ്താപരാധങ്ങളും ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും പുറത്ത് എന്നിൽ അനുഗ്രഹം ചൊരിയണമേ, എന്നോട് ക്ഷമിക്കണേ, അങ്ങയുടെ പാദങ്ങൾ മാത്രമാണ് എനിക്ക് ശരണമായിട്ടുള്ളത് എന്ന് പ്രാർത്ഥിക്കുകയാണ്, കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ് അഹല്യ. തുടർന്ന് അഹല്യ പറയുന്നു, ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം ദിനനായക കോടി സദൃശപ്രഭം രാമം. ജനന മരണ ദുഃഖാപഹം, ജനന മരണം ഇല്ലാതാക്കുന്നവനും ദിനനായക കോടി സദൃശപ്രഭം, കോടി സൂര്യന്മാർക്ക് തുല്യം പ്രഭയുള്ളവനും, അതുപോലെ തന്നെ കര സാരസയുഗ സധൃത ശരചാപം, കരത്തില് കൈകളില് പങ്കജം താമരയും അമ്പും വില്ലും, ശരചാപം അമ്പും വില്ലും ധരിക്കുന്നവനും, കരുണാകരം കാളജലദഭാസം, കരുണാകരനും കരുണയുള്ളവനും, കാളജലദഭാസം കാർമേഘം പോലെ ശോഭിക്കുന്നവനുമായ ആ രാമം. ജനക രുചിര ദിവ്യാംബരം രമാവരം, മഞ്ഞപ്പട്ട് ധരിച്ചവനും കനക രത്നകുണ്ഡലങ്ങൾ കൊണ്ട് മനോഹരമായ ഗണ്ഡപ്രദേശമുള്ളവനും. അതാണ് തുടർന്നുള്ള വരികളിൽ പറയുകയാണ്, കനക രുചിര ദിവ്യാംബരം, ദിവ്യമായ അമ്പരം ധരിച്ചവനും, വസ്ത്രങ്ങൾ മഞ്ഞപ്പട്ട് ധരിച്ചവനും, കനകോജ്വല രത്ന കുണ്ടലാഞ്ചിത ഗണ്ഡം, കമല തല ലോല വിമല വിലോചനം, കനക രത്നകുണ്ടലങ്ങൾ കൊണ്ട് മനോഹരമായ ഗണ്ഡപ്രദേശം ഉള്ളവനും, അതുപോലെ തന്നെ ലക്ഷ്മീകാന്തനും, രമാവരം ലക്ഷ്മീകാന്തനും, കമല തല ലോല വിമല വിലോചനം, താമരയിതളുപോലെ മനോഹരവും പരിശുദ്ധവുമായ കണ്ണുകളുള്ളവനും, കമലോദ്ഭവനതം ബ്രഹ്മാവിനാൽ നമസ്കരിക്കപ്പെടുന്നവനും, മാനസാരാമമീഠേ അങ്ങനെയുള്ള ശ്രീരാമനെ ഞാൻ സ്തുതിക്കുന്നു. അപ്പോൾ ജനന മരണങ്ങളൊക്കെ ഇല്ലാതാക്കുന്ന ആ കോടി സൂര്യപ്രഭയുള്ള ഭഗവാനെ, കരുണാകരനായ ഭഗവാനെ ഞാൻ നമിക്കുകയാണ്. മഞ്ഞപ്പട്ടും കനകരത്നകുണ്ഡലങ്ങളും ഒക്കെ ധരിച്ച ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. തുടർന്ന് പറയുന്നു, പുരതസ്ഥിതം സാക്ഷാത് ഈശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ. തൻ്റെ മുന്നിൽ നിൽക്കുന്ന പുരസ്ഥിതം മുന്നിൽ നിൽക്കുന്ന ആ രാമനെ അഹല്യ ഭക്തിപൂർവം കൂപ്പി സ്തുതിക്കുകയാണ്. ആ പുരുഷോത്തമനെ കൂപ്പി സ്തുതിച്ചു. ലോകേശാത്മജയാകും അഹല്യദാനും പിന്നെ ലോകേശാനുജ്ഞയാ പോയത് പവിത്രയായി. അപ്പോൾ ബ്രഹ്മപുത്രിയും അതുപോലെ തന്നെ പരിശുദ്ധയുമായ അഹല്യ ശ്രീരാമൻ്റെ അനുവാദത്തോടുകൂടി ഗൗതമന്റെ സമീപത്തേക്ക് തൻ്റെ ദുഃഖമെല്ലാം തീർത്ത് പോവുകയുണ്ടായി. ലോകേശന അനുജ്ഞയ, ഭഗവാന്റെ അനുമതിയോടുകൂടി തന്നെയാണ് പോകുന്നത്. പവിത്രയായിട്ടാണ് പോകുന്നത്, വളരെ ശുദ്ധയായിട്ടാണ് പോകുന്നത്. ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടനാധിയും തീർത്ത് വസിച്ചിടിനാൾ അഹല്യയും. അങ്ങനെ ഭഗവാന്റെ അനുവാദത്തോടുകൂടി ഗൗതമന്റെ അടുത്തേക്ക് അഹല്യ പോവുകയും ദുഃഖമെല്ലാം തീർന്ന് വളരെ സുഖത്തോടുകൂടി അവിടെ വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി പറയുന്നു, ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായി അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും. അത്രയല്ല വരും ഐഹിക സൗഖ്യം പുരുഷന്മാർക്ക് നൂനം. ഈ സ്തുതി ഭക്തിപൂർവം ഏതു മനുഷ്യനാണോ ജപിക്കുന്നത് അവർക്ക് സകല പാപങ്ങളും നശിച്ച് പരമമായ ബ്രഹ്മാനന്ദം പ്രാപിക്കും. മാത്രമല്ല ഇഹലോകത്ത് അവർക്ക് സകല സുഖവും ലഭിക്കുമെന്നാണ് പറയുന്നത്. ഭക്തിയോടുകൂടി ഏതൊരു പുരുഷനാണോ ഏതൊരു മനുഷ്യനാണോ ഈ ഒരു സ്തുതി ജപിക്കുന്നത്, അതായത് ഈ ഭഗവാനെ ഇങ്ങനെ സ്തുതിക്കുന്നത്, ഈ ഒരു അഹല്യ സ്തുതിച്ച പോലെയുള്ള സ്തുതി ആരാണോ ഭഗവാന് സ്തുതിക്കുന്നത് അവർക്ക് ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമെന്നും പറഞ്ഞു. താഴെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഭക്തിയാ നാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും, എല്ലാം സാധിക്കുമെന്നാണ് പറയുന്നത്. വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ ഇപ്രകാരം സ്തുതിക്കുകയാണെങ്കിൽ
എന്തൊക്കെ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം, അർത്ഥാർത്ഥി ജപിക്കിലോ ജപിച്ചീടിൽ അർത്ഥവുമേറ്റയുണ്ടാം. ഗുരുതൽപകൻ കനകസ്ഥേയി സുരാവായി ധരണീസുരഹന്ത പിതൃമാതൃക ഭോഗി. പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്തിയാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഭക്തിയോടുകൂടി ജപിക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ സുഖങ്ങളും ഉണ്ടാകും. ഇനി പുത്രന്മാർ വേണ്ടവരാണെങ്കിൽ പുത്രാർത്ഥി ജപിക്കലോ നല്ല പുത്രന്മാരുണ്ടാകും. പുത്രന്മാർ വേണമെന്ന് വിചാരിച്ചുകൊണ്ട് ജപിക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ല പുത്രന്മാരുണ്ടാകും. ഇനി ധനം ആഗ്രഹിച്ചുകൊണ്ട് ധനാർത്ഥി അർത്ഥം ആഗ്രഹിച്ചുകൊണ്ടാണ് ജപിക്കുന്നതെങ്കിലോ അവർക്ക് വളരെ അധികം ധനം ഉണ്ടാകും. അതുപോലെ തന്നെ ഗുരുതൽപകൻ എന്ന് വെച്ചാൽ ഗുരുപത്നിയെ പ്രാപിച്ചവൻ, അതുപോലെ തന്നെ കനകസ്ഥേയി സ്വർണം മോഷ്ടിച്ചവൻ, സുരാപായി മദ്യപൻ മദ്യം കുടിക്കുന്ന ആള്, അതുപോലെ തന്നെ ധരണീസുരാഹന്ത വെച്ചാൽ ബ്രാഹ്മണഹാതകൻ സജ്ജനങ്ങളെ ഹനിക്കുന്നവൻ, പിതൃമാതൃകാഭോഗി അച്ഛനമ്മമാരെ കൊന്നവൻ, അതുപോലെ തന്നെ ഭോഗി വിഷയസുഖങ്ങളിൽ മുഴുകിയവൻ തുടങ്ങി മഹാപാപികളായ എന്തൊക്കെ മഹാഭാവങ്ങൾ ചെയ്താലും അവര് പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്തിയാ ജപിച്ച് ആദരാൽ വണങ്ങുകിൽ സാധിക്കും മോക്ഷം. അപ്പൊ മേൽപ്പറഞ്ഞ പാപങ്ങളൊക്കെ ചെയ്യുന്ന ഏതു മഹാഭാവിയും ഭഗവാന്റെ അവതാരമായ ഈ ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ച് ഭക്തിപൂർവം ജപിക്കുകയാണെങ്കിൽ വന്ദിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോക്ഷപ്രാപ്തി ഉണ്ടാകും. ഇനി സദ്വൃത്രൻ എന്നായിടിൽ പറയണമോ മോക്ഷം. സദ്വൃത്തൻ എന്നുവെച്ചാൽ നല്ല സദാചാരനിഷ്ഠനായിട്ടുള്ളവൻ, നല്ല വ്യക്തികൾ സ്വഭാവ ഗുണമുള്ളവരാണെങ്കിലോ ഉടനെ തന്നെ മോക്ഷം തന്നെ സംഭവിക്കും. അതിന് യാതൊരു തർക്കവുമില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ അഹല്യാസ്തുതി ആരൊക്കെ ജപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സജ്ജനങ്ങളുടെ കാര്യം പിന്നെ പറയണോ? പാപികളായവർ വരെ ഈ ഒരു സ്തുതി പാടി ഭഗവാനെ സ്തുതിക്കുകയാണെങ്കിൽ, ഈ അഹല്യാസ്തുതിയോടെ ഭഗവാനെ ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള ശ്രേയസ്സും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും, അവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ അഹല്യാസ്തുതി കഴിയുകയാണ്. അടുത്ത ക്ലാസ്സിൽ സീതാ സ്വയംവരമാണ്. സീതാ സ്വയംവരം നമ്മൾക്കറിയാം, ശ്രീരാമന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് ശൈവചാപം ഖണ്ഡിച്ച് സീതയെ വീഴ്ക്കുക എന്നുള്ളത്, പരിണയിക്കുക എന്നുള്ളത്. തുടർന്ന് ഭഗവാന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ ഒരു സംഭവബഹുലമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് അടുത്ത ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി അടുത്ത ഭാഗം സീതാ സ്വയംവരമാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഓം നമഃ ശിവായ.